യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ഇന്ന് ലോകരാജ്യങ്ങളിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമക്കൾക്കുള്ള വചന സന്ദേശം. ഞാനിന്ന് 3 വചനമാണ് ദൈവമക്കൾക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നത്. ആ 3 വചനവും സ്പിരിച്വൽ വചനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യത, രോഗം, ദുരിതം, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള സംഘർഷം, അസ്വസ്ഥതകൾ, ആകുല, നിരാശ, ഭയം, ഇങ്ങനെ അസ്വസ്ഥതകൾ ഫേസ് ചെയ്യുന്ന മക്കൾക്കുള്ള 3 തിരുവചനമാണ്. നിങ്ങൾ ഈ വചനം എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ധ്യാനിക്കണം, എങ്ങനെ എഴുതി പ്രാർത്ഥിക്കണമെന്ന് ബ്രദർ സന്ദേശത്തിലൂടെ തരുന്നതായിരിക്കും. പറ്റുമെങ്കിൽ എല്ലാ ദൈവമക്കളും ഈ വചന സന്ദേശം ആദ്യം മുതൽ അവസാനം വരെ ശ്രമിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. പ്രധാനമായിട്ടും ബ്രദറിന്റെ ശുശ്രൂഷ ജീവിതത്തിനിടയിൽ, ആത്മീയ ജീവിതത്തിനിടയിൽ ഒരുപാട് അനുഗ്രഹം വർഷിച്ച ഒരു തിരുവചനമാണ് ബ്രദർ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ആ വചനത്തിലൂടെ അത്ഭുത വിടുതലുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും വലിയ പൊളിക്കാൻ പറ്റാത്ത ബന്ധനത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതാണെങ്കിലും നിങ്ങൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ദൈവവചനം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ദൈവത്തിന്റെ വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുവചനം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്. കോട്ടയത്ത് നിന്നാണ് വചന ശുശ്രൂഷ ചെയ്യുന്നത്. 8 വർഷമായിട്ട് ശുശ്രൂഷ ഓൺലൈനിലൂടെ ചെയ്യുന്നുണ്ട്. ഒരുപാട് മക്കളെ അനുഗ്രഹിച്ച വചനമാണ് ഞാനിപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്ന 3 തിരുവചനവും. ഇത് പ്രാർത്ഥിക്കേണ്ട രീതി എന്താണെന്നും ദൈവമക്കൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. 1 ഏശയ്യ 22-ാം അധ്യായം 22-ാം തിരുവചനം. വചനം ഇപ്രകാരം നമ്മളോട് സംസാരിക്കുന്നു: ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. ഈ തിരുവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. തമ്പുരാൻ കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദാനമാണ് ഈ വചനം. നിങ്ങളെല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവായ ഈ ക്രിസ്തുനാഥനാണ്, ഈശോനാഥനാണ് ദാവീദ് ഭവനത്തിന്റെ താക്കോൽ. അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. കാരണം കർത്താവിന്റെ വചനം നിങ്ങൾ ഹൃദയം തൊട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളുടെ ഭവനത്തെ ബന്ധിക്കാനോ നിങ്ങളുടെ ജീവിതത്തെ ബന്ധിക്കാനോ നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാക്കാനോ സാധിക്കുകയില്ല എന്നാണ് തിരുവചനം നമുക്ക് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ഒരു 33 തവണ എല്ലാ ദിവസവും എഴുതി പ്രാർത്ഥിക്കുക. അപ്പോൾ പിന്നെ അതുപോലെ ഈ വചനം കാണാതെ ഹൃദയത്തിലേക്ക് സേവ് ചെയ്യുക. ഹൃദയത്തിൽ നിങ്ങൾ കാണാതെ പറയാൻ പഠിക്കണം. ഏത് സമയത്തും നിങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയുണ്ടെങ്കിൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധനങ്ങളും കെട്ടുകളും അസ്വസ്ഥകളും ആകുലതകളും നിരാശകളൊക്കെ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം സന്തോഷവും തരുന്ന ഒരു തിരുവചനമാണ് യെശയ്യാ 22:22. അതുപോലെ തന്നെ വെളിപാട് 4:8. വെളിപാടിന്റെ പുസ്തകം 4-ാം അധ്യായം 8-ാം തിരുവചനം. നിങ്ങൾ ഇപ്രകാരം വായിച്ച് ധ്യാനിക്കാൻ ശ്രമിക്കുക: ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവ്വശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇങ്ങനെ ശക്തമായിട്ട് നിങ്ങൾ കാണാതെ ഹൃദയത്തിൽ സേവ് ചെയ്ത് ഉരുവിട്ട് എല്ലാ ദിവസവും ഒരു 33 തവണയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു 33 തവണ നിയോഗം വെച്ചിട്ട് ഒരു 7 ദിവസം 9 ദിവസം 12 ദിവസം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിയോഗം വെച്ച് എഴുതി പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ വിശ്വാസത്തോടുകൂടി വചനം നിങ്ങൾ ഏറ്റുചൊല്ലിയിട്ടും എഴുതിയിട്ടും പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിന്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലെ കെട്ടുകളും ബന്ധനങ്ങളും അസ്വസ്ഥതകളും നിരാശകളും ആകുലതകളും വിട്ടുമാറിപ്പോകും. അതുപോലെ നിങ്ങൾക്ക് വിദ്യാഭ്യാസ തടസ്സങ്ങൾ, ഭവനം നിർമ്മിക്കുന്ന തടസ്സങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം നിങ്ങളുടെ ഭവനത്തിൽ എഴുതി ഒട്ടിച്ചു വെക്കുന്നതും അനുഗ്രഹത്തിലുള്ള ഒരു വലിയ വഴിയായിരിക്കും. അതുപോലെ തന്നെ ഈ വചനങ്ങൾ നിങ്ങളുടെ എഴുതിയിട്ട് നിങ്ങൾ ഭവനത്തിലോ ഭവനാന്തരീക്ഷത്തിലോ പ്രോപ്പർട്ടിയിലൊക്കെ സൂക്ഷിക്കുന്നതും അനുഗ്രഹത്തിന്റെ വലിയൊരു വാതിലാണ്. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 29-30 തിരുവചനം. വചനം ഇപ്രകാരം പറയുന്നു: യേശു പ്രതിവചിച്ചു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിയോ മാതാവിനെയോ വയലുകളെയോ ത്യജിക്കുന്നവർക്ക് ആർക്കും ഇവിടെ വച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയുടെ പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം. തീർച്ചയായിട്ടും തമ്പുരാന്റെ വലിയൊരു കൃപ, സ്നേഹം, കരുണ, അതുപോലെ നിത്യജീവൻ നമുക്ക് ലഭിക്കും. നിത്യജീവൻ എന്ന് പറയുന്ന ഭൂമിയിൽ സന്തോഷം, സമാധാനം പരിശുദ്ധാത്മാവ് നമുക്ക് തരും എന്ന് വാഗ്ദാനം തരുന്നു. നമ്മൾ വിശ്വസിച്ച് ഈ വചനം നിങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ മർക്കോസ് 10:29 ബന്ധനങ്ങളും കെട്ടുകളും അസ്വസ്ഥകളും പൈശാചിക പീഡകളും അങ്ങനെ എന്തെങ്കിലും അശുദ്ധാത്മാവിന്റെ ബന്ധനങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഈ വചനം ശക്തമായിട്ട് ഉരുവിട്ട് പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഉരുവിട്ട് ശക്തമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ
ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു വിടുതൽ, വലിയൊരു അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. വചനത്തിൻ്റെ വലിയൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ കർത്താവ് പ്രവർത്തിച്ചൊരുക്കുന്നത്. നിങ്ങൾ വചനത്തിന് വില കൽപ്പിക്കുക. തമ്പുരാന്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ തമ്പുരാൻ നിങ്ങളെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ജീവിക്കുന്ന ജീവനുള്ള ദൈവമായ കർത്താവിനെ പിതാവായി അംഗീകരിക്കുക. പരിശുദ്ധ അമ്മ മാതാവിനെ അമ്മയായിട്ട് അംഗീകരിച്ചാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. കാരണം ബ്രദറിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിച്ച തിരുവചനമാണ് ഈ വചനങ്ങൾ. ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹം വർഷിച്ച 2018, 19, 20 കാലഘട്ടത്തിൽ ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും വർഷിച്ച തിരുവചനമാണിത്. എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിച്ച് മുന്നോട്ട് നയിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ദൈവം ഈ മക്കളെല്ലാവരും അനുഗ്രഹിച്ച് ഉയർത്തണമേ. അവരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും 1 മിനിറ്റ് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കാം. എല്ലാവരും ബ്രദറിൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു സഹോദരനായിട്ട് ബ്രദറിനെ കാണുക. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് തമ്പുരാൻ ചൊരിയുന്നതായിരിക്കും. യേശുവേ ആരാധന, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.